Hi, I'm Shamir. Welcome back. Learn English through reading newspapers. Reading newspapers is really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ബോറോ എന്നാൽ വായ്പ വാങ്ങുക എന്നുള്ള അർത്ഥമാണ്. കടം വാങ്ങുക. ബോറോഡ് 300 റുപ്പീസ്, 300 രൂപ കടം വാങ്ങി. ടു ബൈ, വാങ്ങിക്കാൻ വേണ്ടി. കരിക്കിൻ ഷെയ്ക്ക് ആൻഡ് പോയിസൺ, കരിക്കിൻ ഷെയ്ക്കും വിഷവും വാങ്ങിക്കാനാണ് 300 രൂപ കടം വാങ്ങിയത്. ഐശ്വര്യാസ് ലാസ്റ്റ് മീറ്റിംഗ്, ഐശ്വര്യയുടെ അവസാന കൂടിക്കാഴ്ച വിത്ത് റിലേറ്റീവ് എന്നാൽ ബന്ധു. കരിക്കിൻ ഷേക്കും വിഷവും വാങ്ങാൻ 300 രൂപ കടം വാങ്ങി. ബന്ധുവുമായുള്ള ഐശ്വര്യയുടെ അവസാന കൂടിക്കാഴ്ച. വിഴിഞ്ഞം, അനദർ വുമൺ, മറ്റൊരു സ്ത്രീ. ആ സ്ത്രീ അറ്റംപ്റ്റഡ് സൂയിസൈഡ്, ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇൻ പെയിൻ, മാനസിക വേദനയിൽ. ഓവർ ഇല്ലീഗലി ഗിവിംഗ് അവേ 70 sovereigns ഓഫ് ഗോൾഡ് ഫ്രം എ പ്രൈവറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡൈഡ് ഓൺ മൺഡേ. ഗിവിംഗ് അവേ എന്നാൽ കൈമാറുക. 70 sovereigns ഓഫ് ഗോൾഡ്, ഇതിനർത്ഥം 70 പവൻ സ്വർണം. ഫ്രം എ പ്രൈവറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും. ഡൈഡ് ഓൺ മൺഡേ, തിങ്കളാഴ്ച ദിവസം മരണപ്പെട്ടു. ഗിവിംഗ് അവേ എന്നതിന് ഇവിടെ അർത്ഥം കൈമാറുക, വിട്ടുകൊടുക്കുക, മറ്റൊരാൾക്ക് നൽകുക, ഇതൊക്കെയാണ് അർത്ഥം. ഇല്ലീഗലി എന്നാൽ നിയമവിരുദ്ധമായി. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് നിയമവിരുദ്ധമായി 70 പവൻ സ്വർണം കൈമാറിയ സംഭവത്തെ തുടർന്നുണ്ടായ മാനസിക വേദനയെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച മറ്റൊരു സ്ത്രീയും തിങ്കളാഴ്ച മരണപ്പെട്ടു. രാജീവ്സ് വൈഫ്, രാജീവിൻ്റെ ഭാര്യ. ഐശ്വര്യ 32, 32 വയസ്സ് പ്രായമുള്ള ഐശ്വര്യ ഡൈഡ്, മരണപ്പെട്ടു. യെസ്റ്റർഡേ മോർണിംഗ്, ഇന്നലെ രാവിലെ. വൈൽ അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ്, ചികിത്സയിൽ ആയിരിക്കെ. രാജീവിൻ്റെ ഭാര്യ ഐശ്വര്യ 32 വയസ്സ്, ചികിത്സയിൽ കഴിയുന്നതിനിടെ ഇന്നലെ രാവിലെ മരിച്ചു. ഷി വാസ് റെസിഡൻസ് ഓഫ് രാജരജീവ് സദനം ഇൻ ചവദിനത, വെങ്ങനൂർ. അഞ്ചു 28, എ നേറ്റീവ് ഓഫ് വെന്നിയൂർ, ഡൈഡ് ഓൺ സാറ്റർഡേ. റെസിഡൻ്റ് ഓഫ് എന്നാൽ താമസക്കാരിയായിരുന്ന. വെങ്ങാനൂരിലെ ചാവടിനടയിലെ രാജരാജീവ് സദനം എന്ന വീട്ടിലെ താമസക്കാരിയായിരുന്നു അവർ. വെണ്ണിയൂരിലെ സ്വദേശിനിയായ അഞ്ജു 28, 28 വയസ്സുള്ള അഞ്ജു ശനിയാഴ്ച മരണപ്പെട്ടു. ദ ടു, രണ്ടുപേരും. ദ ടു വേർ എംപ്ലോയീസ്, എംപ്ലോയീസ് എന്നാൽ ജീവനക്കാർ. ഈ രണ്ടുപേരും ജീവനക്കാരായിരുന്നു, ജോലിക്കാരായിരുന്നു. ഓഫ് ദ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ക്ലോസ് ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സ് എന്നാൽ അടുത്ത സുഹൃത്തുക്കൾ. ഓഫ് ദ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ധനകാര്യ സ്ഥാപനത്തിലെ. ദ അറ്റംപ്റ്റഡ്, അവർ ശ്രമിച്ചു. ദ അറ്റംപ്റ്റഡ് സൂയിസൈഡ്, അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു. ടുഗദർ, ഒരുമിച്ച്. ഓൺ ദ 30th, 30-ാം തീയതി. ഇരുവരും ആ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. അവർ 30-ാം തീയതി ഒരുമിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഐശ്വര്യ വാസ് എൻ എംപ്ലോയി ഓഫ് ദി അമരവില ബ്രാഞ്ച് ഓഫ് എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൾഡ് സൂര്യ ഫൈനാൻസ്. ഐശ്വര്യ സൂര്യ ഫൈനാൻസ് എന്ന ധനകാര്യ സ്ഥാപനത്തിൻ്റെ അമരവിള ശാഖയിലെ ജീവനക്കാരിയായിരുന്നു. അഞ്ജു വർക്ക്ഡ് ഇൻ ദ വിഴിഞ്ഞം ബ്രാഞ്ച്, അഞ്ജു വിഴിഞ്ഞം ശാഖയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആഫ്റ്റർ ബീയിങ് ഡ്യൂപ്ഡ് ഓഫ് മണി, ഡ്യൂപ്പ് എന്നാൽ വഞ്ചിക്കുക, പറ്റിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ആഫ്റ്റർ എന്നാൽ ശേഷം. ആഫ്റ്റർ ബീയിങ് ഡ്യൂപ്ഡ് ഓഫ് മണി, പണത്തട്ടിപ്പിന് ഇരയായതിന് ശേഷം, തട്ടിപ്പിന് ഇരയായതിന് ശേഷം. ദ ടു, രണ്ടുപേരും. ബോട്ട് എ കരിക്കിൻ ഷേക്ക് ഫ്രം എ ഷോപ്പ് ഇൻ തിയേറ്റർ ജംഗ്ഷൻ ഓൺ ദ 30th. ആൻഡ് ദ ടു ബോട്ട്, ഈ രണ്ടുപേരും വാങ്ങി. എ കരിക്കിൻ ഷേക്ക് വാങ്ങി. ഫ്രം എ ഷോപ്പ്, ഒരു കടയിൽ നിന്നും. ഇൻ തിയേറ്റർ ജംഗ്ഷൻ ഓൺ ദ 30th, 30-ാം തീയതി. തിയേറ്റർ ജംഗ്ഷനിൽ നിന്നും ഈ രണ്ടുപേരും കരിക്കിൻ ഷേക്ക് വാങ്ങി. ആൻഡ് വെൻറ്റ്, വാങ്ങിയതിന് ശേഷം പോയി. ടു അവടുതുറ ബീച്ച് ഇൻ കോവളം. പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന്, ഈ തട്ടിപ്പിന് ഇരയായതിനെ തുടർന്ന് ഇരുവരും 30-ാം തീയതി തിയേറ്റർ ജംഗ്ഷനിലെ ഒരു കടയിൽ നിന്ന് കരിക്കിൻ ഷേക്ക് വാങ്ങി. അതിനുശേഷം കോവളത്തെ ആവാടുതുറ ബീച്ചിലേക്ക് പോയി. ദ ഡുവോ, രണ്ടുപേരും. ഡുവോ എന്ന വാക്കിന് വ്യത്യസ്തമായിട്ടുള്ള ഉച്ചാരണങ്ങളുണ്ട്. ഇന്ത്യനും അമേരിക്കനും ബ്രിട്ടീഷും വ്യത്യസ്തമായിട്ടുള്ള ഉച്ചാരണങ്ങളാണ്.
ദ ഡുവോ മിക്സ്ഡ്, ഈ രണ്ടു പേരും കലർത്തി. മിക്സ്ഡ് ദ ഡ്രിങ്ക് വിത്ത് പോയിസൺ, ഈ വെള്ളത്തിൽ പാനീയത്തിൽ വിഷം കലർത്തി. ആൻഡ് കൺസ്യൂംഡ്, എന്നിട്ട് കുടിച്ചു. കൺസ്യൂം എന്നാൽ കുടിക്കുക. കണ്ണകി 7 ഈസ് ഐശ്വര്യാസ് ഓൺലി ഡോട്ടർ, ഇരുവരും കരിക്കിൻ ഷേക്കിൽ വിഷം കലർത്തി കുടിച്ചു. 7 വയസ്സ് പ്രായമുള്ള കണ്ണകിയാണ് ഐശ്വര്യയുടെ ഏക മകൾ. ദി അക്യൂസ്ഡ്, പ്രതിയായിട്ടുള്ള സിന്ധുകുമാരി, ഇവരെ വഞ്ചിച്ചിട്ടുള്ള സിന്ധുകുമാരി. മെറ്റ് ഐശ്വര്യ, ഐശ്വര്യയെ കണ്ടുമുട്ടി. അഞ്ജു, അഞ്ജുവിനെയും ഐശ്വര്യയെയും ഈ പ്രതിയായിട്ടുള്ള സിന്ധുകുമാരി കണ്ടുമുട്ടി. വെൻ, ആ സമയത്ത്. വെൻ ദേ വർ വർക്കിംഗ് അറ്റ് ദ അമരവിള ബ്രാഞ്ച്, പ്രതിയായിട്ടുള്ള സിന്ധുകുമാരി ഐശ്വര്യയെയും അഞ്ജുവിനെയും അമരവിള ശാഖയിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് അവരെ പരിചയപ്പെട്ടത്, അവരെ കണ്ടുമുട്ടിയത്. ദി അക്യൂസ്ഡ്, പ്രതി. ഹാഡ് ബോട്ട്, ഹാഡ് ബോട്ട് എന്നാൽ വാങ്ങിയിരുന്നു. ദി അക്യൂസ്ഡ് ഹാഡ് ബോട്ട്, പ്രതി വാങ്ങിയിരുന്നു. ദ ഗോൾഡ് ദാറ്റ് കസ്റ്റമേഴ്സ് ഹാഡ് പോണ്ട് അറ്റ് സൂര്യ ഫൈനാൻസ്. ഫോൺ എന്നാൽ അർത്ഥം ഈട് വയ്ക്കുക എന്നുള്ള അർത്ഥമാണ്, പണയം വയ്ക്കുക. കസ്റ്റമേഴ്സ് ഹാഡ് പോണ്ട്, ഉപഭോക്താക്കൾ പണയം വച്ചിട്ടുണ്ടായിരുന്ന ഇതാണ് അർത്ഥം. ആ സ്വർണം. സേയിങ് ദാറ്റ്, അത് പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. ദേ കുഡ് ഡിപ്പോസിറ്റ് ഇറ്റ് ഇൻ KSFE അറ്റ് എ ലോ ഇൻട്രസ്റ്റ് റേറ്റ്. എ ലോ ഇൻട്രസ്റ്റ് റേറ്റ് എന്നാൽ കുറഞ്ഞ പലിശ നിരക്കിൽ. സൂര്യ ഫൈനാൻസിൽ നിന്ന് ഉപഭോക്താക്കൾ പണയം വെച്ചിരുന്ന സ്വർണം കുറഞ്ഞ പലിശ നിരക്കിൽ KSFEയിൽ നിക്ഷേപിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതി സിന്ധുകുമാരി വാങ്ങിയിരുന്നു. ഡിപ്പോസിറ്റ് എന്നാൽ ഇവിടെ നിക്ഷേപിക്കുക എന്നുള്ള അർത്ഥമാണ്. സേയിങ് ദാറ്റ് ദേ കുഡ് ഡിപ്പോസിറ്റ് ഇറ്റ്, ഇതിനർത്ഥം അത് നിക്ഷേപിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. പ്രഷർ പൈൽഡ് ഓൺ ദ 2 യങ് വിമൻ. പൈൽഡ് ഓൺ എന്നാൽ ഇവിടെ ശക്തമായി അനുഭവപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്, വർദ്ധിച്ചു. പ്രഷർ എന്നാൽ സമ്മർദ്ദം. ദ 2 യങ് വിമൻ, ആ രണ്ട് യുവതികൾക്കും ശക്തമായ സമ്മർദ്ദം അനുഭവപ്പെട്ടു, മാനസികമായ സമ്മർദ്ദം ഉണ്ടായി. ആഫ്റ്റർ, അതിനെ തുടർന്ന്. ദേ അലൗഡ് ദ ഗോൾഡ് ടു ബി ടേക്കൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് എനി ഡോക്യുമെൻറ്റ്സ് ഫ്രം ദി അക്യൂസ്ഡ്. ഡോക്യുമെൻറ്റ്സ് എന്നാൽ രേഖകൾ. ഫ്രം ദി അക്യൂസ്ഡ് എന്നാൽ പ്രതിയിൽ നിന്നും. അലൗഡ് എന്നാൽ അനുവദിച്ചു. ടു ബി ടേക്കൻ അവേ എന്നാൽ കൊണ്ടുപോകാൻ. വിത്തൗട്ട് എന്നാൽ ഇല്ലാതെ. വിത്തൗട്ട് ഡോക്യുമെൻറ്റ്സ്, രേഖകളില്ലാതെ. പ്രതിയിൽ നിന്ന് യാതൊരു രേഖയും വാങ്ങാതെ സ്വർണം കൊണ്ടുപോകാൻ അനുവദിച്ചതിനെ തുടർന്ന് ആ 2 യുവതികൾക്കും കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വന്നു. വെൻ, ആ സമയത്ത്. വെൻ ദേ മെറ്റ് ദി അക്യൂസ്ഡ്, അവർ പ്രതിയെ കണ്ടുമുട്ടിയ സമയത്ത്. എ വീക്ക് ബിഫോർ, ഒരു ആഴ്ച മുമ്പ്. അറ്റംപ്റ്റിംഗ് സൂയിസൈഡ്, ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിന് മുമ്പ്, ഒരാഴ്ച മുമ്പ് അവർ പ്രതിയെ കണ്ടുമുട്ടിയ സമയത്ത്. സിന്ധുകുമാരി സെഡ്, പ്രതിയായിട്ടുള്ള സിന്ധുകുമാരി, ഇവരെ വഞ്ചിച്ചിട്ടുള്ള സിന്ധുകുമാരി സെഡ് പറഞ്ഞു. ഷീ വുഡ് നോട്ട് കെയർ ടു, അവൾക്ക് താല്പര്യമില്ല, ഉദ്ദേശിക്കുന്നില്ല. ടു റിട്ടേൺ, തിരിച്ചു നൽകാൻ. ഇറ്റ്, അത് ആ സ്വർണം തിരിച്ചു നൽകാൻ ഉദ്ദേശമില്ല. സിൻസ്, ആയതുകൊണ്ട്. ഇന്ന കാരണത്താൽ എന്നുള്ള അർത്ഥം. സിൻസ്, ആയതുകൊണ്ട്. ദർ ഈസ് നോ പ്രൂഫ്, തെളിവുകളില്ല. ദാറ്റ് ഷീ ടുക്ക് ദ ഗോൾഡ് അവേ. ദാറ്റ് ഷീ ടുക്ക് ദ ഗോൾഡ് അവേ എന്നാൽ താൻ സ്വർണം കൊണ്ടുപോയതിന് എന്നുള്ള അർത്ഥമാണ്, അവൾ സ്വർണം കൊണ്ടുപോയതിന്. ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അവർ പ്രതിയെ കണ്ട സമയത്ത് സ്വർണം താൻ കൊണ്ടുപോയതിന് യാതൊരു തെളിവുമില്ലാത്തതിനാൽ അത് തിരികെ നൽകാൻ തനിക്ക് ഉദ്ദേശമില്ലെന്ന് പ്രതിയായിട്ടുള്ള സിന്ധുകുമാരി പറഞ്ഞു. വെൻ ദ യങ് വുമൺ സെഡ്, ആ യുവതി പറഞ്ഞ സമയത്ത്, ഇങ്ങനെ പറഞ്ഞ സമയത്ത്. ദാറ്റ് ദേ ഹാഡ് നോ അതർ ഓപ്ഷൻ, അവർക്ക് മറ്റൊരു മാർഗമില്ല. ബട്ട് ടു കമ്മിറ്റ് സൂയിസൈഡ്. കമ്മിറ്റ് സൂയിസൈഡ് എന്നാൽ ആത്മഹത്യ ചെയ്യുക. അതിൽ ഒരു യുവതി പറഞ്ഞ സമയത്ത് ആത്മഹത്യ ചെയ്യുകയല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് പറഞ്ഞ സമയത്ത്. സിന്ധുകുമാരി ഹീഡ്ലെസ്ലി എന്നാൽ യാതൊരു കൂസലുമില്ലാതെ എന്നുള്ള അർത്ഥമാണ്. റിമാർക്ക്, പറഞ്ഞു. യാതൊരു കൂസലുമില്ലാതെ സിന്ധുകുമാരി പറഞ്ഞു. ഗോ ആൻഡ് ഡു ദാറ്റ്, പോയി അത് ചെയ്യൂ. അതായത് ഇവിടെ അർത്ഥം പോയി ആത്മഹത്യ ചെയ്യൂ എന്നുള്ള അർത്ഥമാണ്. പോയിട്ട് ആത്മഹത്യ ചെയ്യൂ എന്ന് സിന്ധുകുമാരി, പ്രതിയായിട്ടുള്ള സിന്ധുകുമാരി പറഞ്ഞു. ഐശ്വര്യാസ് റിലേറ്റീവ്, ഐശ്വര്യയുടെ ബന്ധു ശുഭ. ഐശ്വര്യയുടെ ബന്ധുവായിട്ടുള്ള ശുഭ അഡ്മിറ്റഡ്, സമ്മതിച്ചു. നോയിങ് ഓൾ അബൌട്ട് ദി ഇൻസിഡൻറ്റ്,
ഇൻസിഡൻ്റ് എന്നാൽ സംഭവം. ഐശ്വര്യയുടെ ബന്ധുവായിട്ടുള്ള ശുഭയ്ക്ക് ഈ സംഭവത്തെക്കുറിച്ച് എല്ലാം അറിയുമായിരുന്നുവെന്ന് അവർ സമ്മതിച്ചു. പക്ഷേ ഫിയേർഡ് ദി ചാൻസസ് ഓഫ് ദ ടു കമ്മിറ്റിംഗ് സൂയിസൈഡ് ഇഫ് ഷീ ടോക്ക്ഡ് അബൌട്ട് ദ മാറ്റർ വിത്ത് അതേഴ്സ്. വിത്ത് അതേഴ്സ് എന്നാൽ മറ്റുള്ളവരുമായിട്ട്. ടോക്ക്ഡ് അബൌട്ട് എന്നാൽ സംസാരിച്ചാൽ, ഇതിനെപ്പറ്റി സംസാരിച്ചാൽ. ഇഫ് ഷീ ടോക്ക്ഡ് എന്നാൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അവൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. ഫിയേർഡ് എന്നാൽ ഭയപ്പെട്ടിരുന്നു. ദ ചാൻസസ് ഓഫ് ദ ടു കമ്മിറ്റിംഗ് സൂയിസൈഡ്, ഈ രണ്ടുപേരും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതകൾ. ഐശ്വര്യയുടെ ബന്ധുവായ ശുഭയ്ക്ക് ഈ സംഭവത്തെക്കുറിച്ച് എല്ലാം അറിയുമായിരുന്നു എന്നവർ സമ്മതിച്ചു. എന്നാൽ ഈ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞാൽ ഇരുവരും ആത്മഹത്യ ചെയ്തേക്കുമെന്ന ഭയം ഉണ്ടായിരുന്നതിനാൽ അവർ അത് ആരോടും പറഞ്ഞില്ല. ആ സമയത്ത് ഐശ്വര്യ ആൻഡ് അഞ്ജു റീച്ച്ഡ് ഹോം. ഐശ്വര്യയും അഞ്ജുവും വീട്ടിൽ എത്തിയ സമയത്ത് ഓൺ ദി ആഫ്റ്റർനൂൺ ഓഫ് ദി 30th, 30-ാം തീയതി ഉച്ചതിരിഞ്ഞ് ഐശ്വര്യയും അഞ്ജുവും വീട്ടിലെത്തിയ സമയത്ത് ബോത്ത് ദെയർ ഫേസസ്, ബോത്ത് എന്നാൽ രണ്ടുപേരുടെയും മുഖത്ത് വേർ ഫിൽഡ് വിത്ത് ആങ്സ്റ്റ്. ആങ്സ്റ്റ് എന്നാൽ അർത്ഥം വ്യാകുലത എന്നുള്ള അർത്ഥമാണ്. പരിഭ്രമം. അവരുടെ രണ്ടുപേരുടെയും മുഖത്ത് പരിഭ്രമം നിറഞ്ഞിരുന്നു. ഫിൽഡ് എന്നാൽ നിറഞ്ഞിരുന്നു. ഐശ്വര്യ പറഞ്ഞു. ഐശ്വര്യ സെഡ് നത്തിങ്, ഐശ്വര്യ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആസ്ക്ഡ് ഫോർ 300 rupees ഫ്രം ശുഭ ബിഫോർ ലീവിങ്. ബിഫോർ ലീവിങ് എന്നാൽ പോകുന്നതിന് മുമ്പ്. ആസ്ക്ഡ് എന്നാൽ ചോദിച്ചു. 30-ാം തീയതി ഉച്ചയ്ക്ക് ഐശ്വര്യയും അഞ്ജുവും വീട്ടിലെത്തിയ സമയത്ത് ഇരുവരുടെയും മുഖത്ത് കടുത്ത വിഷമവും ഉത്കണ്ഠയും ഉണ്ടായിരുന്നു. ഐശ്വര്യ ഒന്നും പറയാതെ പോകുന്നതിന് മുമ്പ് ശുഭയോട് 300 രൂപ ചോദിച്ചു. ലേറ്റർ, പിന്നീട്, വൈൽ ഷി വാസ് അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ്, അവൾ ഐശ്വര്യ ചികിത്സയിലായിരിക്കെ, ഇൻ ദ ഹോസ്പിറ്റൽ, ആശുപത്രിയിൽ അവൾ പിന്നീട് ഐശ്വര്യ ചികിത്സയിൽ ആയിരിക്കെ, ശുഭ സെഡ് ദാറ്റ്, ശുഭ പറഞ്ഞു. ഐശ്വര്യ അവളോട് പറഞ്ഞിരുന്നു ദാറ്റ് ഷീ ഹാഡ് യൂസ്ഡ് ദിസ് മണി ടു ബൈ കരിക്കിൻ ഷേക്ക് ആൻഡ് പോയിസൺ. ബൈ എന്നാൽ വാങ്ങുക. ഐശ്വര്യ അവളോട് പറഞ്ഞു. ഷീ ഹാഡ് യൂസ്ഡ്, അവൾ ഉപയോഗിച്ചിരുന്നതായി. പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ താൻ ശുഭയിൽ നിന്ന് വാങ്ങിയ ആ 300 രൂപ കരിക്കിൻ ഷേക്കും വിഷവും വാങ്ങാനാണ് ഉപയോഗിച്ചതെന്ന് ഐശ്വര്യ തന്നോട് പറഞ്ഞതായിട്ട് ശുഭ പറഞ്ഞു.